നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും പാചകത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് നല്ലൊരു റിഫ്രഷിംഗ് ജ്യൂസാണ്. പച്ചമാങ്ങ ജ്യൂസാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി. ഇപ്പൊ പച്ചമാങ്ങയുടെ സീസൺ ഒക്കെ ആണല്ലോ, അപ്പൊ നമുക്കൊരു പച്ചമാങ്ങ ജ്യൂസ് തന്നെ ഉണ്ടാക്കാം. അതിനായിട്ട് ഞാനിവിടെ ഇടത്തരം വലിപ്പത്തിലുള്ള ഒരു മാങ്ങ എടുത്തിട്ടുണ്ട്. അത്യാവശ്യം പുളിയുള്ള മാങ്ങയാണ്. ഈ ഒരു മാങ്ങ കൊണ്ട് നമുക്കൊരു 5 ഗ്ലാസോളം ജ്യൂസ് ഉണ്ടാക്കാൻ പറ്റും. ആദ്യം നമുക്ക് ഈ മാങ്ങയുടെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം. ഇനി ഇത് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കാം. ഇത് നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് എടുക്കാം. ചെറിയ ജാറിൽ തന്നെ ഇത് അരച്ചെടുക്കുകയാണ് നല്ലത്. നല്ല ഫൈനായിട്ട് നമുക്ക് അരച്ചെടുക്കാൻ പറ്റും. നമ്മുടെ ജ്യൂസിന്റെ ഗുണം ഒന്നുകൂടി കൂട്ടി കിട്ടാനും നല്ലൊരു രുചി കിട്ടാനുമായിട്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കൂടി ചേർക്കുന്നുണ്ട്. അത് തൊലി കളഞ്ഞ് ചെറിയ കഷ്ണമായിട്ട് മുറിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ചേർക്കുന്ന മറ്റൊരു ചേരുവയാണ് ജീരകം. ഇത് ചെറിയ ജീരകം വറുത്ത് പൊടിച്ചതാണ്, അതായത് നല്ല ജീരകം. അപ്പൊ അതൊരു വലിയ നുള്ള് ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. ഏകദേശം 1/2 കപ്പിനടുത്ത് പഞ്ചസാര ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം. ഇപ്പോൾ നന്നായിട്ട് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. നല്ലൊരു സിറപ്പായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സിറപ്പ് ഒരു പാത്രത്തിലേക്ക് ഒഴിക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനും ഏകദേശം ഒരു 4.5 കപ്പ് വെള്ളം ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തണുത്ത വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ സാധാരണ വെള്ളമാണ് ഒഴിക്കുന്നത്. നമ്മൾ ഈ ജ്യൂസ് അരിച്ചെടുക്കുന്നില്ല കേട്ടോ, അപ്പോൾ ഇതിലുള്ള ഫൈബറൊക്കെ അതേപോലെ തന്നെ നമുക്ക് കിട്ടും. ഇനി നമുക്കിത് ഗ്ലാസ്സിലേക്ക് പകർത്തി സെർവ് ചെയ്യാം. നമ്മൾ ഇഞ്ചിയും ജീരകമൊക്കെ ചേർത്തിട്ടുള്ളതുകൊണ്ട് ഒരു പ്രത്യേക രുചിയുണ്ട് ഇതിന്. നിങ്ങളിങ്ങനെ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒരു തവണ ഇങ്ങനെ ചെയ്ത് നോക്കുക. വിറ്റാമിൻ സി പോലെയുള്ള ആന്റി ഓക്സിഡൻസ് ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ളതാണ് നമ്മുടെ പച്ചമാങ്ങ. അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ കമന്റ്സ് അറിയിക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അതുപോലെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും പുതിയ വീഡിയോസിന് നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് അരികിലുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ വീണ്ടും നമുക്ക് നല്ലൊരു റെസിപ്പിയിലൂടെ കാണാം. അതുവരെ നന്ദി, നമസ്കാരം.